അതാണ് റോമാലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നു, കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ ഒരു നാളും അരുത്. അല്ല, പാപസംബന്ധമായി മരിച്ചവരായി നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം അവൻ്റെ മരണത്തിൽ പങ്കുകാരായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ എന്ത് ചെയ്തു? കുഴിച്ചിടപ്പെട്ടു. അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് ഏകീഭവിച്ചെങ്കിൽ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോട് എന്തു ചെയ്യും? ഏകീഭവിക്കും. എന്നെ കേൾക്കുന്ന പൊന്നു പ്രിയമുള്ളവരെ, യേശുക്രിസ്തു മരിച്ചു. സാധാരണ ബുദ്ധിപരമായ ഒരു ചോദ്യമാണ്, ഐഡിയോളജിക്കലി അത് സത്യമാണ്. പലരും ചോദിക്കാറുണ്ട്, ദൈവം മരിക്കുമോ? ദൈവം മരിക്കുമോ? ദൈവം എന്ന് പറയുന്ന ആൾ മരിക്കുമോ? ദൈവം മരിക്കുമോ? ഇല്ല. ദൈവത്തിന് മരണമുണ്ടോ? ഇല്ല. പട്ടത്തെ സഭകളിൽ ചൊല്ലുന്ന ഒരു ചൊല്ലുണ്ട്, ദൈവമേ നീ, അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധ. ദൈവം ആരില്ലാത്തവനാ? മരണമില്ലാത്ത ദൈവം മരിച്ചോ? ദൈവം മരിക്കുമോ? പിന്നെ എങ്ങനെ ദൈവം മരിച്ചേ? യേശു എന്തിനാ മരിച്ചപ്പോൾ? ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ക്രിസ്തുവിൻ്റെ ക്രൂശിൽ കിടന്നുകൊണ്ടുള്ള 7 മൊഴികളുണ്ട്. ഒന്നാമത്തെ മൊഴി, ഇവർ ഇപ്പം ചെയ്തത് എന്തെന്നറിയാൽ ഇവരോട് ക്ഷമിക്കണം. രണ്ടാമത്തെ മൊഴി, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും. മൂന്നാമത്തെ മൊഴി, ഇതാ നിൻ്റെ അമ്മ, ഇതാ നിൻ്റെ മകൻ. നാലാമത്തെ മൊഴി, എൻ്റെ ദൈവമേ അങ്ങെന്നെ കൈവിട്ട്. സംഗീതം ആവർത്തിക്കുക, അല്ലോഹി അല്ലോഹി ലമ്മാ ശബക്താനി, എൻ്റെ ദൈവമേ അങ്ങെന്നെ കൈവിട്ടതെന്ന്. പിതാവ് പുത്രൻ കുമാരൻ പിതാവിനോട് ചോദിക്കുക, എന്നെ കൈവിട്ട് എന്ത്? ഒറ്റ നിശബ്ദത. പിതാവ് ആദ്യമായിട്ട് പുത്രൻ്റെ ചോദ്യത്തിന് മുമ്പിൽ നിശബ്ദത പാലിച്ചപ്പോൾ പുത്രൻ കുമാരനും പിതാവും പാപം എന്ന് പറയുന്നത് എന്താ? പരിച്ഛേദനം, ബന്ധം പോവുകയാണ്. മരണം ദൈവവുമായിട്ടുള്ള ബന്ധം പോവുകയാണ്. ഒരു നിമിഷം പിതാവ് തലതിരിച്ചപ്പോൾ, തലമറച്ചപ്പോൾ, ചോദ്യത്തിന് ഉത്തരം പറയാതിരുന്നപ്പോൾ സ്വന്തം തോളി പുത്രൻ കുമാരൻ തല ജയിച്ച് നിവർത്തിയായി എന്ന് പറഞ്ഞ് പ്രാണനെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ചു. യേശു എന്തിനാ മരിച്ചത്? ഗതസമന മുതൽ യേശു നിലവിളിക്കുക, പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന്. അവൻ്റെ ഹൃദയം മരണവേദന കൊണ്ട് അതികഠിനമായി. നീണ്ടുന്ന മണിക്കൂറുകളിലെ മരണവേദന. ക്രിസ്തു ഒരിക്കലും സൈനൈഡ് കഴിച്ച് മരിച്ചതല്ല കേട്ടോ. ഇപ്പോഴത്തെ തീവ്രവാദികൾ പണ്ട് പുലികളൊക്കെ ചെയ്യുന്ന പോലെ പിടിക്കുമ്പോൾ സൈനൈഡ് കഴിക്കുന്ന മരിക്കുന്നതല്ല, വെടിവെച്ച് കൊന്നതല്ല, തലവെട്ടി ഒറ്റയടിക്ക് കൊന്നതല്ല. നീണ്ട മണിക്കൂറുകളുടെ വേദന. എന്തിനാ? മരണം ആസ്വദിച്ചു. എന്തിനാ മരണം ആസ്വദിച്ചത്? ഒറ്റ കാര്യമാണ്, മരണപര്യന്തം മരണത്തോട് ഭയങ്കര പേടിയായിരുന്ന നമ്മെ മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ അവിടുന്ന് മരണം ആസ്വദിച്ചു. മരണാധികാരി ആയിരുന്ന കോരന പിശാചിനെ മരണാധികാരി പിശാചിനെ മരണത്തിനാലെ നീക്കി മൃത്യു ഭീതി തീർത്തനാഥനെ മരണത്തിനാലെ നീക്കി മൃത്യു ഭീതി തീർത്ത സ്തുതി ചെയ് മനമേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ സ്തുതി ചെയ് മനമേ നീ. പ്രിയമുള്ളവരെ, യേശു മരിച്ചു. കുഞ്ഞുങ്ങളൊക്കെ മനസ്സിലാക്കണം, യേശു മരിച്ചു. എന്തിനാണ് യേശു മരിച്ചത്? മനുഷ്യൻ്റെ മേൽ പാപം മൂലമുണ്ടായ മരണത്തെ ജയിക്കുവാൻ, മരണത്തിന് നീക്കം വരുത്തുവാൻ ദൈവകുമാരൻ മരണം ആസ്വദിച്ചു. മനസ്സിലാകുന്നുണ്ടോ? മരണം ആസ്വദിച്ചു. യേശു മരിച്ചു, ദൈവം മരിച്ചു. മരിച്ച യേശുവിനെ അടക്കി 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. എന്തിനാ ഉയർത്തെഴുന്നേറ്റത്? മരണത്തിനപ്പുറമുള്ള ജീവിതം എന്താണെന്ന് ആർക്കും അറിയത്തില്ലായിരുന്നു. കാരണം ആരും മരണത്തിനപ്പുറം ഒന്നും പോയിട്ട് വന്നില്ല. ബാക്കിയെല്ലാം പലതും തട്ടിപ്പാ. മരിച്ചു എന്ന് പറഞ്ഞു, അവിടെ പോയെന്നൊക്കെ പറയുന്നത് ചിലതൊക്കെ പലതും തട്ടിപ്പാണ്. ഇനി ചിലർ യേശു മരിച്ചവരും ഉയർപ്പിച്ചവരും പിന്നെ മരിച്ചില്ലേ? നിങ്ങൾ അറിഞ്ഞായിരുന്നോ? ലാസർ പിന്നെ എന്ത് ചെയ്തു? ലാസർ മരിച്ച കാര്യം അറിഞ്ഞായിരുന്നോ? ഇല്ല. അറിഞ്ഞു, ലാസർ മരിച്ചായിരുന്നു. ലാസർ മരിച്ചുപോയി. നിങ്ങൾ അറിഞ്ഞില്ല? ഉയർപ്പിച്ചത് അറിഞ്ഞുള്ളൂ. ലാസർ മരിച്ചു.
നായിമ്പട്ടണത്തെ വിധവയുടെ മകനെ പിന്നെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും? കഷ്ടം. എന്ത് ചെയ്യുന്നു പോലും അറിയത്തില്ല. പുള്ളി എന്ത് ചെയ്യുക? പുള്ളി മരിച്ചു. ഉയർപ്പിച്ചവരൊക്കെ എന്ത് ചെയ്തു? മരിച്ചു. മരണമില്ലാത്തവനായി ഉയർത്തെഴുന്നേറ്റ്. ഇനി മരണത്തിന് പിടിച്ചടക്കുവാൻ കഴിയാത്ത പോലെ ഉയർത്തെഴുന്നേറ്റ്. എന്തിനാണ് ക്രിസ്തു അങ്ങനെ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത്? നമുക്ക് മരണത്തിന്മേലൊരു ജയം തരുവാൻ. അതുകൊണ്ടാണ് ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ പാതാളമേ നിന്റെ വിഷമുള്ളവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന പിതാവാം ദൈവത്തിന് സ്തോത്രമെന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ. ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ പാതാളമേ നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം. യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവം. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ഒരു കാര്യം, ക്രിസ്തുവിലൂടെ നമുക്കൊരു മരണത്തിനപ്പുറം ജീവിതത്തിലേക്ക് പോകാം. അപ്പോൾ മരണത്തിനപ്പുറം എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ പറഞ്ഞോ ഒരു നാളും മരിക്കുകയില്ല. യോഹന്നാൻ 11. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും എന്ത് ചെയ്യുകയില്ല? മരിക്കുകയില്ല. അങ്ങനെ വരണമെങ്കിൽ നാം ഈ മരണത്തോട് അനുരൂപപ്പെടണം. മക്കളെ, മരണം രക്ഷിക്കപ്പെട്ടു. എങ്ങനെ? ഹൃദയം കൊടുത്തു. ഹൃദയം, ആ ഒരു ബോധ്യം ഉണ്ടാകണം. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഓർമ്മ വേണം. നമുക്കറിയാം, കല്യാണം കഴിച്ച ദിവസം അറിയാം. കല്യാണം കഴിച്ചവർക്ക് അതറിയാത്തവരോട് ചോദിക്കും ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്തുവാ? എടോ മനുഷ്യ, ഇത് നമ്മുടെ വിവാഹ ആനിവേഴ്സറിയാ. എൻ്റെ പൊന്നെ, ഇത് ആരെ ഓർക്കുന്നു? പോരെ, തീർന്നില്ല. അന്നത്തെ ദിവസം ഓർത്തുപോലില്ല. എൻ്റെ ബർത്ത്ഡേ അത് ഓർക്കണ്ടേ? ഇപ്പം ആരാ ഇതൊക്കെ ഓർക്കുന്നേ? പക്ഷെ ഓർക്കണ്ടായോ? ഇതെല്ലാം നമുക്ക് ദിവസങ്ങൾ പ്രാധാന്യമുള്ളതാണ്. അതുപോലൊരു ദിവസം വേണം നമ്മുടെ ജീവിതത്തിൽ. ഈ യേശുവിന് ഹൃദയം കൊടുത്തൊരു ദിവസം. പാപബോധം കൊണ്ട് യേശുവേ ഞാൻ പാപിയാണ്, എന്നാൽ എനിക്ക് വേണ്ടി അങ്ങ് മരിച്ചു എന്ന് പറഞ്ഞ് അങ്ങേക്ക് ഹൃദയം കൊടുക്കാൻ കഴിയുന്നതിൻ്റെ പേരാണ് രക്ഷിക്കപ്പെടുന്നത്. ആ രക്ഷിക്കപ്പെട്ടവർ എന്ത് ചെയ്യണം? യേശുവിൻ്റെ മരണത്തോട് അനുരൂപപ്പെടണം. ഹൗ വി ഹാവ് ടു ഐഡൻറ്റിഫൈ വിത്ത് ജീസസ് ഇൻ ഹിസ് ഡെത്ത്. യേശുവിൻ്റെ മരണത്തോട് ഐഡൻറ്റിഫൈ ചെയ്യണം. എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുക? അതിനാണ് കർത്താവ് പറഞ്ഞിരിക്കുക, നിങ്ങൾ സ്നാനത്തിൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെടുക. അവൻ്റെ മരണത്തോട് ഏകീഭവിച്ച സ്നാനത്താൽ. സ്നാനം എന്തിനാ? സ്നാനപ്പെടാൻ വേണ്ടി വരുന്ന ആരാ? രക്ഷിക്കപ്പെട്ടു സ്നാനജലത്തിൻ്റെ അരികെ നിൽക്കുന്നത് വരുമ്പോൾ അവർ സ്നാനത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവരോട് ചോദിക്കും, യേശുവിനെ വിശ്വസിക്കുന്നു, യേശുവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ വചനപ്രകാരം ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തെ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളും. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാക്കപ്പെടും. യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച സ്നാനപ്പെടുന്നവർ എന്തിനാ സ്നാനപ്പെടുക? അവർ ലോകത്തോട് വിളിച്ചു പറയണം, എൻ്റെ യേശു എനിക്ക് വേണ്ടി മരിച്ചു. എനിക്ക് വേണ്ടി മരിച്ച യേശുവിൻ്റെ മരണത്തോട് ഞാൻ അനുരൂപപ്പെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ എന്തിനാണ് ഇന്ത്യയിൽ ഇത്രയും പ്രശ്നം? എല്ലായിടത്തും ഒറ്റ പ്രശ്നമുള്ളൂ, മതപരിവർത്തനം. യു പിയിലൊക്കെ ചെന്ന എന്തോ ഒരു പ്രശ്നം. എപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്ന? തെളിവ് കിട്ടണം. സ്നാനപ്പെട്ടെന്ന് തെളിവ് വെച്ചാൽ അന്നേരം ഉപദേശി അറസ്റ്റാകുന്നു, അവരെ അറസ്റ്റാകുന്നു. എന്തിനാ ഈ സ്നാനത്തോട് ഇത്ര പ്രശ്നം? പണ്ട് തൊട്ട പ്രശ്നം സ്നാനത്തോടാണ്. നിങ്ങൾ എവിടെയെങ്കിലും യോഗത്തിനൊക്കെ പോകുമോ? അതിനകത്തും പ്രശ്നമില്ല. സ്നാനപ്പെട്ട പ്രശ്നം. എന്താ ഈ സ്നാനത്തോട് ഈ പ്രശ്നം? ഞാൻ ഞങ്ങളുടെ റാന്നിയിലൊരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പറഞ്ഞു. ഞങ്ങളുടെ അവിടെ കണ്ട പണ്ടൊരു അമ്മച്ചി സ്നാനപ്പെട്ടു. ബൈ ദ വേ, യാക്കോബായ സഭയുടെ അണ്ണനായ സഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സ്നാനപ്പെട്ടതിൻ്റെ പേരിൽ വിസ്തരിക്കപ്പെടുന്നത് എൻ്റെ വല്യമ്മച്ചിയാണ്. എൻ്റെ ആ വല്യപ്പൻ്റെ പെങ്ങളെയാണ് ചരിത്രത്തിൽ ആദ്യമായി മേടയെ കൊണ്ട് വിസ്തരിക്കുന്നത്. ഒരു കൊച്ചു പെൺകുട്ടിയെ വിസ്തരിച്ചപ്പോൾ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ആത്മാവിൽ ഉത്തരം പറഞ്ഞപ്പോൾ അച്ഛന്മാർ ആങ്ങളയോട് വിളിച്ചു പറഞ്ഞ് ഈ കേസ് പിടിക്കരുത്, അവളെ വിട്ടേര്, അവൾ ഏതാണ്ടൊക്കെ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞു. എന്തൊക്കെ ചോദിച്ചും പറഞ്ഞു, കാറ്റ് എവിടുന്ന് വരുന്നു, കാറ്റ് എവിടെയൊക്കെ പോകുന്നില്ല, ആ വാക്യം അച്ഛനറിയത്തില്ല. അവർ പേടിച്ചു പോയി. 5-6 വാക്യം. അമ്മച്ചിക്ക് ഇതൊന്നും അറിയത്തില്ല. അമ്മച്ചി ഉണ്ണിച്ചാരമ്മച്ചി എന്നായിരുന്നു ഞങ്ങൾ വിളിക്കുക. അമ്മച്ചിനോ കൊച്ചുമക്കളൊക്കെ ഇന്ന് വലിയ സുവിശേഷകരാണ്. അപ്പം പ്രിയമുള്ളവരെ, അത് കഴിഞ്ഞ് സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി എൻ്റെ അറിവിൽ സ്നാനപ്പെട്ടതിൻ്റെ പേരിൽ നടപടിക്രമം പാലിച്ച് മുടക്കിയത് ഞങ്ങളുടെ കുടുംബത്തെയാണ്. പക്ഷെ അതുകൊണ്ട് നഷ്ടമൊന്നും ഉണ്ടായില്ല കേട്ടോ, നഷ്ടമൊന്നും ഉണ്ടായില്ല. സ്നാനപ്പെടാൻ വേണ്ടി ഒരു ഉപദേശി വെള്ളത്തിൽ ഇരിക്കുകയാണ്. വെള്ളത്തിൽ നിന്നുകൊണ്ട് ഉപദേശി വിളിച്ചു ചോദിച്ചു, ഇതോ വെള്ളം, ഇനി സ്നാനം വിൽക്കുന്നത് എന്ത് വരും? ആർക്കെങ്കിലും സ്നാനപ്പെടണോ? എൻ്റെ അമ്മ എവിടെ നിൽക്കായിരുന്നു, എടുത്തൊരു ചാട്ടം വെള്ളത്തിലോട്ട് വെച്ചു കൊടുത്തു. കയ്യിൽ തിരിച്ചു കയറിയപ്പം ഡ്രസ്സില്ലായിരുന്നു. പക്ഷെ നഷ്ടമൊന്നും ഉണ്ടായില്ല. എന്ത് പേരെ സ്നാനം കണ്ടു, എത്ര പേരെ സ്നാനത്തിൽ നയിച്ചു. ഓർക്കണം, എന്തിനാ സ്നാനപ്പെടുത്തുന്നത്? ഈ മരണത്തോട് ചേരാൻ വേണ്ടി.
അതെല്ലാവർക്കും അന്ന്. അപ്പം ഞാൻ പ്രസംഗിച്ച് ഞങ്ങളുടെ അവിടെ നാട്ടിലൊരു അമ്മച്ചി പണ്ടങ്ങാണ്ട് സ്നാനപ്പെട്ട് വന്നപ്പോൾ മദ്യപാനിയായ അച്ചായൻ കുത്തിന് പിടിച്ച് എടുത്തിട്ട് ഇടിച്ചപ്പോൾ അച്ചായൻ്റെ കാല് തൊട്ട് അമ്മച്ചി സത്യം ചെയ്തു, അച്ചായനാണ് സത്യം, ദൈവത്തിനാണ് സത്യം, എൻ്റെ അച്ചായനാണ് സത്യം, സത്യം ഇനി ഞാൻ സ്നാനപ്പെടുത്തില്ലെന്ന് പറഞ്ഞു. സത്യമാണെന്നോടി പറഞ്ഞു, സത്യം 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 പോയിക്കോളാൻ പറഞ്ഞു. ഞാനിത് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ നിന്ന് ഒരു ഉപദേശി ആടി വെച്ചു, ഞങ്ങളുടെ വലിയ വെച്ചാണ് അവരുടെ വീട്ടിൽ നടന്ന സംഭവമാണ്, ഞങ്ങളുടെ നാട്ടിലാണ്, അവർക്കറിയാവുന്ന ആളാണ്, കണ്ടോ. അപ്പോൾ ഇതെല്ലാം നടന്ന കാര്യം. എന്തിനാ ഈ സ്നാനത്തോട് ഇത്ര പ്രശ്നം? സ്നാനപ്പെടുമ്പോൾ ഒരു കാര്യം സംഭവിക്കും. അന്ന് വരെ ഉണ്ടായിരുന്ന ആദാമിൻ്റെ ആ പിടിയുണ്ടല്ലോ അതങ്ങ് പൊട്ടും. പിന്നെ ആദാമിനോടാണ് ഈ മരണം വന്നത്. പിന്നെ മരണത്തിന് നിന്നെ പിടിച്ചു വെക്കാൻ ഒക്കത്തില്ല. കാഹളം ധ്വനിക്കുമ്പോൾ മരണത്തിന് നിന്നെ പിടിച്ചു വെക്കാൻ ഒക്കത്തില്ല. 1 Thessalonians 4:13 നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കുക. അറിയാവുന്നവരെല്ലാം വാക്യം ചേർന്ന് പറഞ്ഞേ, കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന, ഈ കൺവെൻഷൻ്റെ അവസാന ദിവസം കരമുയർത്തി പറഞ്ഞേ, കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൈവദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർക്കുകയും ജീവനോട് ശേഷിക്കുന്ന അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. അന്ന് നിന്നെ മരണത്തിന് പിടിച്ചുപെടുകാൻ ഒക്കത്തില്ല. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഇപ്പോഴാണ് കുളങ്ങളൊക്കെ ആയത്, സ്നാനക്കുളങ്ങൾ പള്ളിയോട് ചേർന്നായത്. മറ്റേ അങ്ങനെയല്ല. സ്നാനപ്പെടാൻ തീരുമാനിച്ച് ക്ലാസ്സൊക്കെ എടുത്തിട്ട് വെള്ളവസ്ത്രം ധരിച്ച് എല്ലാവരും കൂടെ റാലിയായിട്ടൊരു പോക്കുണ്ട്. പോകുമ്പോൾ ഉറക്കപ്പാടും, പാനം ചെയ്യുവാൻ കഷ്ടതയിൽ പാനപാത്രം അവൻ കൂടെ സ്നാനമേൽപ്പാൻ കൃപ നൽകി പ്രീതിയായവേ. പാനം ചെയ്യുവാൻ കഷ്ടതയിൽ പാനപാത്രം അവൻ കൂടെ സ്നാനമേൽപ്പാൻ കൃപ നൽകി പ്രീതിയായവേ. മരിച്ചു താൻ കല്ലറയിൽ അടക്കപ്പെട്ടവൻ കൂടെ, മരിച്ചു താൻ കല്ലറയിൽ അടക്കപ്പെട്ടവൻ കൂടെ, മഹത്വമായി ജീവിച്ചിടാം മഹിമയിനാവിയാലെ പാടും ഞാൻ പരമേശനു സാധത. എൻ്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശനു സഹതം. പ്രിയമുള്ളവരെ, അങ്ങനെ കർത്താവിനെ ജലത്തിൽ സാക്ഷിച്ചവർ, അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടവർ, വചനത്താൽ ദിവസം തോറും സ്വയം ന്യായം വിധിക്കുന്നത്. വൈദവേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യപ്പെട്ട ഒരു കാര്യമാണ് സ്നാനമെടുക്കുക എന്നുള്ളത്. കാരണം യേശുവിനോട്, എൻ്റെ യേശു എനിക്ക് വേണ്ടി മരിച്ചുവെന്നും ആ മരണം എൻ്റെ മരണമാണെന്നും പരസ്യമായി ലോകത്തോട് പറയാനുള്ള, പിശാചിനോട് നോയും ആദാമിനോട് നോയും യേശുവിനോട് യേസെന്നും പറയാനുള്ള വലിയൊരു അവസരമാണ് സ്നാനം. സ്നാനപ്പെടാനുള്ള പ്രായം. നമുക്ക് ശിശുസ്നാനം വിശ്വസിക്കുന്നില്ല, വൈദവേ മുതിർന്ന സ്നാനവും വിശ്വസിക്കരുത്. രണ്ടും വചനവിരുദ്ധമാണ്. ഒന്നുകൂടെ പറയട്ടെ, മുതിർന്ന സ്നാനവും വചനവിരുദ്ധമാണ്, ശിശു സ്നാനവും വചനവിരുദ്ധമാണ്. ഒറ്റ സ്നാനമേ ഉള്ളൂ, വിശ്വാസ സ്നാനം. വിശ്വസിക്കാനുള്ള, സ്നാനപ്പെടാനുള്ള പ്രായം ഏത് പ്രായമാണ്? വിശ്വസിക്കാനുള്ള പ്രായം. എന്ത് വിശ്വസിക്കാൻ? എൻ്റെ യേശു എനിക്ക് വേണ്ടി മരിച്ചെന്ന്. എൻ്റെ യേശു എനിക്ക് വേണ്ടി മരിച്ചു. 2000 വർഷം മുമ്പ് കാൽവരി കുരിശ് എൻ്റെ യേശു എനിക്ക് വേണ്ടിയാണ് മരിച്ചു എന്ന് ലോകത്തോട് പറയാൻ, അത് വിശ്വസിക്കുന്നവർക്ക് അത് ഏറ്റെടുക്കുവാൻ, അവിടുത്തെ മരണത്തോട്, അത് രഹസ്യമായിട്ടൊന്നും അല്ല ചെയ്യേണ്ടത്, ധൈര്യമായിട്ട് പറയണം, യേശു എനിക്ക് വേണ്ടി മരിച്ചത്. ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ സകലരും നോക്കി നിൽക്കെ എഴുതി വെച്ചിട്ട് എന്താണ്? ഇവൻ യഹൂദന്മാരുടെ രാജാവ്. സ്വയം പീലാത്തോസിൻ്റെ അരമന മുതൽ ഗാഗുൽത്ത വരെ കുരിശുമെടുത്തുകൊണ്ട് കർത്താവ് നടന്നത് രഹസ്യമായിട്ടല്ല, എൻ്റെ പാപത്തെ ചുമന്നുകൊണ്ട്, മുഴുലോകത്തിൻ്റെയും പാപത്തെ ചുമന്നുകൊണ്ട്, വരുമാനമുള്ള ലോകത്തിൻ്റെ പാപത്തെ ചുമന്നുകൊണ്ട് എൻ്റെ യേശു നടന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാനം ചെയ്യുവാൻ കഷ്ടതയിൽ പാനപാത്രം അവൻ കൂടെ സ്നാനമേൽപ്പാൻ കൃപ നൽകി പ്രീതിയായവേ. പാനം ചെയ്യുവാൻ കഷ്ടതയിൽ പാനപാത്രം അവൻ കൂടെ സ്നാനമേൽപ്പാൻ കൃപ നൽകി പ്രീതിയായവേ. മരിച്ചു താൻ കല്ലറയിൽ അടക്കപ്പെട്ടവൻ കൂടെ, മരിച്ചു താൻ കല്ലറയിൽ അടക്കപ്പെട്ടവൻ മഹത്വമായി ജീവിച്ചിടാം മഹിമയിൽ ആവിയാലെ പാടും ഞാൻ പരമേശനു സഹത. എൻ്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശനു. ഈ കൺവെൻഷൻ്റെ സമാപന രാത്രിയിൽ എളിവനും ബലഹീനമായ ദാസൻ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ഈ ദേശത്തോട് വിളിച്ചു പറയുകയാണ്, സ്നാനം യേശുവിൻ്റെ മരണത്തോട് ചേരുവാൻ.
ഹല്ലേലൂയ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തെ വിശ്വസിക്കുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കളാകും. അതുകൊണ്ട് രക്ഷിക്കപ്പെടണം. 2, രക്ഷിക്കപ്പെട്ടവർ സ്നാനപ്പെടണം. സ്നാനപ്പെടാനുള്ള പ്രായം വിശ്വസിക്കാനുള്ള പ്രായം. നാളത്തേക്കിന് ഒന്നും മാറ്റി വെക്കരുത്. ഇതാകുന്നു രക്ഷാ ദിവസം, ഇതാകുന്നു സുപ്രസാദ കാലം. ഹല്ലേലൂയ. മരീബിയിലെയും മസാനാളിനെ പോലെ നിങ്ങളുടെ ഹൃദയത്തെ എന്താക്കരുത്? കഠിനമാക്കരുത്. ഇന്ന് വരെയും സ്നാനപ്പെട്ടിട്ടില്ല, പക്ഷേ സ്നാനപ്പെടാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ളവർ ഈ കൺവെൻഷൻ തീരുമാനിക്കണം. നിങ്ങൾ നാളെ സ്നാനപ്പെടണം, ഇന്ന് സ്നാനപ്പെടണം എന്നല്ല ഞാൻ പറയുക. പക്ഷെ നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ടോ? ഉറപ്പ് ദൈവം അതിനുള്ള അവസരം ഒരുക്കും. കാരണം വചനം പറയുന്നു, ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ദൈവം എന്തു ചെയ്യും? തൃപ്തിപ്പെടുത്തും. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവൻ നിനക്ക് നേടിത്തരും, നിവർത്തീകരിച്ച് നൽകും. സംഘത്തിൽ 20 പറയുന്നു, ഹൃദയത്തിലെ ആഗ്രഹം. യേശുവിനോട് ചേരാൻ ആഗ്രഹമുണ്ടോ? സ്നാനപ്പെട്ടിട്ടുണ്ടോ? സ്നാനപ്പെടാത്തവർ ഇന്ന് രാത്രി ദൈവസന്ധിയിൽ തീരുമാനിക്കും. ഒരു നിമിഷം എല്ലാവരും കണ്ണുകളടച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച്. ഇന്ന് സ്നാനപ്പെട്ടവർ ദൈവത്തോട് പറയണം, കർത്താവേ, അതിനൊരു ഭാഗ്യം ലഭിച്ചല്ലോ. അതിന് ഭാഗ്യം ചെറിയൊരു കാര്യമല്ല. അങ്ങനെ ചെയ്യാൻ ഒത്തത് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ആ ദിവസം നിങ്ങൾ മറക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. AD എന്നും BC എന്നും കാലഘട്ടത്തെ തിരിക്കുന്ന പോലെ നമ്മുടെ ജീവിത ചക്രത്തെ 2ആയി തിരിക്കുന്ന ഏറ്റവും വലിയൊരു സംഭവമാണ് സ്നാനപ്പെടുക. ഇന്നുവരെ സ്നാനപ്പെട്ടിട്ടില്ല, അങ്ങനത്തെ ആഗ്രഹമുള്ളവർ ഇന്ന് രാത്രി ദൈവത്തോട് പറയണം. പറയണം, കർത്താവ്, എനിക്ക് സ്നാനപ്പെടാനുള്ള പ്രായം, രക്ഷിക്കപ്പെടാനുള്ള പ്രായം, വിശ്വസിക്കാനുള്ള പ്രായം. എന്ത് വിശ്വസിക്കാൻ? യാഥാർത്ഥ്യം. യേശു മരിച്ചു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. നിങ്ങൾ സ്നാനപ്പെടാത്തവർ സുരേഷ് പാസ്റ്ററെ വന്ന് കാണണം. എന്നിട്ട് നിങ്ങളുടെ സ്നാനത്തെ കൊണ്ടുള്ള ആഗ്രഹം അറിയിക്കണം. അതല്ല, നിങ്ങളൊരു സഭയുമായിട്ട് പോകുന്നവരാണ്, അവിടെ നിങ്ങളുടെ ദൈവദാസനെ കണ്ട് ആ കാര്യങ്ങൾ പറയണം. കണ്ണുകളെല്ലാം ഒന്ന് അടച്ചേ, ആരും നോക്കരുത്. യാഥാർത്ഥ്യം. സ്നാനത്തെ ക്രിസ്തുവിനെ ധരിക്കുന്നു, സ്നാനത്തിൽ യേശുവിനോട് ചേരുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ഞാൻ രക്ഷിക്കപ്പെടും. പിതാവിൻ്റെ പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കണം. വചനം പറയുന്നു, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് തടസ്സം? ഉത്തരം, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിലാകാം. ഇന്ന് വരെയും സ്നാനപ്പെട്ടിട്ടില്ല, എന്നാൽ സ്നാനപ്പെടാൻ എനിക്കൊരു ആഗ്രഹം ഉണ്ടെന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് കരം ഉയർത്താമോ? ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ സ്നാനപ്പെട്ടിട്ടില്ല, പക്ഷേ എനിക്ക് സ്നാനപ്പെടാൻ ആഗ്രഹമുണ്ടെന്നുള്ളവർ ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ കരമുയർത്തിയാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കരമുയർത്തിയ ആ സഹോദരിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. കൈ ഉയർത്തിയ പ്രിയപ്പെട്ടവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. കൈ ഉയർത്തിയ കുഞ്ഞിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഇതുവരെ ഞാൻ സ്നാനമിട്ടിട്ടില്ല, എന്ന് സ്നാനപ്പെടാൻ എനിക്ക് ആഗ്രഹമുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. പാനം ചെയ്യുവാൻ കഷ്ടതയിൽ പാനപാത്രം അവൻ കൂടെ സ്നാനമേൽപ്പാൻ കൃപ നൽകി. ചേർന്ന് പഠിക്കേ. പാനം ചെയ്യുവാൻ കഷ്ടതയിൽ പാനപാത്രം അവൻ കൂടെ സ്നാനമേൽപ്പാൻ കൃപ നൽകി. പ്രീതിയായവേ മരിച്ചു താൻ കല്ലറയിൽ അടക്കപ്പെട്ടവൻ കൂടെ മരിച്ചു താൻ കല്ലറയിൽ അടക്കപ്പെട്ടവൻ കൂടെ മഹത്വമായി ജീവിച്ചിടാൻ മഹിമയില്ലാതെ പാടും ഞാൻ പരമേശ്വരു സകലം. എന്റെ പാപമെല്ലാം പോകിയതാൽ പാടും ഞാൻ പരമേശ്വരു സകലം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നാനപ്പെടാൻ തീരുമാനിച്ചവർ നിങ്ങളുടെ ദൈവദാസന്മാരെ കാണുക. അവർ നിങ്ങൾക്ക് വേണ്ട ബാക്കി വചന പഠനങ്ങളും അതിനുള്ള ക്രമീകരണങ്ങളും ചെയ്യും. കാലവും ആർക്ക് വേണ്ടി കാത്തിരിക്കുകയില്ല. ദൈവവചനത്തെ അനുസരിക്കുക. ആരോഗ്യമുള്ളപ്പം, ഓർമ്മയുള്ളപ്പം. എത്രയോ പേർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഐശുവിലെ 100,000 കുഴലുകൾ കടയിൽ കിടക്കുമ്പോൾ പാസ്റ്റർ ഇറങ്ങി വന്നിട്ട് സ്നാനപ്പെടണം. പക്ഷേ ആ ഭാഗ്യം ലഭിച്ചിട്ടില്ല. അപ്പോഴല്ല തീരുമാനിക്കുന്നത്. ഇപ്പോഴാകുന്ന രക്ഷാ ദിവസം, ഇപ്പോഴാകുന്ന സുപ്രസാദ കാലം. വചനം പറയുന്നു, അവിടുത്തെ മരണത്തോട് അനുരൂപപ്പെടുക. അങ്ങനെ യേശുവിൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ട് യേശുവിൻ്റെ വചനത്താൽ സ്വയം ന്യായം വിധിക്കുന്നവരെ സ്വീകരിക്കുവാൻ കർത്താവ് വരും. കർത്താവ് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് മരിച്ചവിടെ ഉയർപ്പ് യാഥാർത്ഥ്യം. അതിനുവേണ്ടി കർത്താവ് ഇനിയും വരുമെന്നുള്ളതാണ് ലോകം കാത്തിരിക്കുന്ന ഏറ്റവും വലിയ സംഭവം. വിശ്വാസികളുടെ ഉയർപ്പുണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് താൻ ഗംഭീരനാഥത്തോടും നമ്മൾ പറഞ്ഞ വചനമനുസരിച്ച് കർത്താവ് വരുമ്പോൾ അതിന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. മിഡിൽ ഈസ്റ്റിൻ്റെ സംഭവങ്ങൾ, മറ്റ് പല കാര്യങ്ങൾ, ലോകം മുഴുവൻ ഒരു ഏകലോക സാമ്പത്തിക വ്യവസ്ഥയിലേക്ക് പോകുന്നു. കാഷ്ലെസ് കമ്മ്യൂണിറ്റി നില വരുന്നത്. നമ്മൾ കൊച്ചു ഗ്രാമങ്ങളിൽ പോലെ ചെന്നാലും ഓട്ടോറിക്ഷയിൽ കയറിയാലും പച്ചക്കറി മേടിയാലും മീൻ മേടിച്ചാലും പറയും ഗൂഗിൾ പേ ചെയ്താൽ മതി.
പലർക്കും ഗൂഗിൾ പേ സൗകര്യം. കാരണം 78 രൂപ 100 രൂപ കൊടുത്താൽ ബാക്കിക്ക് മുട്ടായി തരട്ടെ ചോദിക്കും. ഗൂഗിൾ പേ ആണെങ്കിൽ 78 രൂപ 25 പൈസ അയച്ചു കൊടുക്കാം. ശരിയല്ലേ? എല്ലാവർക്കും ഗൂഗിൾ പേ മതി. എന്താ കാര്യം? ക്യാഷ്ലെസ് കമ്മ്യൂണിറ്റി വരും. ക്യാഷ്ലെസ് കമ്മ്യൂണിറ്റി. അതുകൊണ്ടാണ് ഇപ്പോൾ സൈബർ കുറ്റവാളികൾ പെരുകുന്നത്. കാരണം വീട്ടിൽ കയറിയാൽ കാശില്ല, വീട്ടിലാരുടെയും കൈ കാശില്ല, എല്ലാവരുടെയും കൈ ഫോണേ ഉള്ളൂ. അപ്പം കാലം മാറുകയാണ്. കാലം മാറുമ്പോൾ ഓർത്തോണം, ദൈവത്തിൻ്റെ വരവ് അടുത്തു, കർത്താവ് അടുത്തു. ഇനി ആ കാലം ആർക്കും വേണ്ടി കാത്തിരിക്കുകയില്ല. നമ്മുടെ കർത്താവ് വരാറായി. ഹല്ലേലൂയ. ആര് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും യേശു കർത്താവ് വരും. ലോക സംഭവങ്ങൾ അത് വിളിച്ചു പറയുന്നു. കർത്താവ് വരും. എന്തുകൊണ്ട് കർത്താവ് വരും? ഒന്നാമത്തെ വരവെങ്കിൽ അവിടുന്ന് വന്നു. എന്തിന്? മനുഷ്യകുലത്തിൻ്റെ പാപത്തെ ചുമക്കുവാൻ വേണ്ടി, മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കർത്താവ് വന്നെങ്കിൽ ഇനിയും ആ പാപപരിഹാര ബലിയിൽ വിശ്വസിച്ച് ദൈവത്തിൻ്റെ മക്കളായി തീർന്നവരെ സ്വീകരിക്കുവാൻ കർത്താവ് വീണ്ടും വരും. ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. അവിടെ കർത്താവ് വരുമ്പോൾ തൻ്റെ കാന്തയെ കൂട്ടിക്കൊണ്ട് ദൈവം മണിയറയിലേക്ക് പോവുകയും അവിടെ പ്രതിഫലങ്ങളുടെ വിഭജനം നടക്കുകയും ചെയ്യും. അതാണ് നാം വായിച്ചത്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായം. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടത് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ എവിടെ നിൽക്കണം? ന്യായാസനത്തിന് മുമ്പാകെ എന്ത് ചെയ്യണം? നിൽക്കേണ്ടി വരും. അതാണ് കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിച്ച വാക്യം, നമ്മൾ ആദ്യം വായിച്ച വാക്യത്തിൽ കാണുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ അടിസ്ഥാനത്തിൽ യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ മറ്റൊന്ന് വെക്കാൻ ആർക്കും കഴിയുകയില്ല. അടിസ്ഥാനത്തിൽ ആരെങ്കിലും പൊന്നെ വെള്ളി വിലയേറിയ കല്ല്, അടുത്തത് മരം, പുല്ല്, വൈക്കോൽ എന്നിവയാൽ പണിയപ്പെടുന്നുവെങ്കിൽ അവരുടെ പ്രവൃത്തി വെളിപ്പെട്ട് വരും. എന്താ കാര്യം എന്നറിയാമോ? നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ വരവിൽ എടുക്കപ്പെടാനുള്ള ഏക ക്വാളിഫിക്കേഷൻ ക്രിസ്തുവിലൂടെ മാത്രമേ ഒക്കത്തുള്ളൂ. കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് കർത്താവിൻ്റെ മരണത്തോട് അനുഭവപ്പെട്ടവർ കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടും. അവിടെ പ്രതിഫലങ്ങളുടെ വിഭജനം ഉണ്ടാകും. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് വ്യത്യാസമുണ്ട്. എല്ലാവർക്കും ഒരേ പ്രതിഫലം ആകത്തില്ല. ചിലരെങ്ങനെ ചെല്ലുമെന്നറിയാം? മരം, പുല്ല്, വൈക്കോൽ. ഈ മരം, പുല്ല്, വൈക്കോലിൻ്റെ പ്രത്യേകത വലിയ കെട്ടായിരിക്കും. പക്ഷെ കയറി ചെല്ലുമ്പോൾ ഒരു തീ പിടിച്ചാൽ മൊത്തം കത്തിപ്പോവും. പക്ഷെ പൊന്നെ വെള്ളി വിലയേറിയ കല്ല് എന്ത് ചെയ്യത്തില്ല? കത്തിപ്പോകത്തില്ല. ഇത് എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം. ഈ എളിമന ഞാനൊരു സ്ഥലത്ത് കൺവെൻഷൻ കഴിഞ്ഞ് കിടക്കുക, ഇച്ചിരി ദൂരെ ഒരു സ്ഥലത്താണ്. ആ ദൂരെയുള്ള സ്ഥലത്ത് ഞാൻ കിടക്കുമ്പോൾ ആ ഒരു പാസേജിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ഇടുങ്ങിയ അവസ്ഥയിൽ കിടക്കുകയാണ്. നേരം വെളുക്കുമ്പോൾ കൺവെൻഷൻ നടത്തിപ്പുകാർ ക്ഷമ പറയാം ഒരാളോട്, കയ്യെ കാലെ പിടിച്ച് ക്ഷമ അറിയാം. ക്ഷമിക്ക് എനിക്കൊരു അവസരം തന്നെ, ഞാനിപ്പോൾ ശരിയാക്കാം കാര്യം, ഞാനിപ്പോൾ ആ കാര്യം ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞ് ക്ഷമ അറിയാം. വെളുപ്പാങ്കാലത്താണ് ഞാൻ ചെന്ന് കിടന്നേ. അപ്പോൾ ഈ ക്ഷമ പറയും ബഹളവും കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയേ? ഉയ്യോ, എനിക്കൊരു അർത്ഥം പറ്റിപ്പോയി. ഞാൻ ചോദിച്ചു, എന്താ പറ്റിയേ? അന്ന് പ്രസംഗിക്കാതിരുന്ന വലിയ ആളുടെ കൂട്ടത്തിൽ സാക്ഷ്യം പറയേണ്ട ഒരാളുടെ ഫോട്ടോയും കൂടെ ചേർത്ത് വെച്ചു. അതിനാണ് ഈ വലിയ ആൾ വഴക്കുണ്ടാക്കുന്നത്. എൻ്റെ അടുത്ത് ആ ഫോട്ടോ വെക്കാൻ അയാൾ ആരാണ്? നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായത്? അപ്പം നിങ്ങൾ എന്നെക്കുറിച്ച് എന്താ ഓർത്തേക്കുന്നത്? ഞാൻ ആരാണെന്നാണ് നിങ്ങളുടെ ധാരണ? എനിക്ക് സത്യത്തിൽ പറയണം തോന്നി. ഇന്നത്തെ കൺവെൻഷനെ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. എന്തോ ചെയ്യും ഇങ്ങനെ? അല്ല, ഇപ്പോൾ സുരേഷ് ഭാഷ വന്ന് എന്നെ വിളിച്ച് പറയാം, ഭാഷ ഇന്ന് വൈകിട്ട് കൺവെൻഷൻ ഇല്ല, പൊയ്ക്കോളാൻ പറഞ്ഞു. ഞാൻ എന്തോ കേസ് കൊടുക്കാൻ പോകും? എടാ, ഇവർ കൺവെൻഷൻ വെച്ചോണ്ടല്ലേ ഞാൻ പ്രസംഗിക്കാൻ വരുന്നേ. ആരാ വലുത്? ഞാനാണോ ഇദ്ദേഹമാണോ? ഉള്ള പറ. ഞാനാണോ ഇദ്ദേഹമാണോ ഇന്നിവിടെ വലുത്? ആരുമല്ല, ക്രിസ്തു. എന്നാലും പ്രാധാന്യം ആർക്കാ? ഇങ്ങനെ കൺവെൻഷൻ ഈ ദൈവദാസൻ ഇത്രയും കാട്ടപ്പെട്ടില്ല എങ്കിൽ എനിക്കിവിടെ വന്ന് പ്രസംഗിക്കാൻ ഒക്കുമോ? ഉള്ള പറ. അവരല്ലേ വലുത് സത്യത്തിൽ. ഇത് വലിയ പ്രാധാന്യം അവനവന് കൊടുക്കുക. കാരണം ഇപ്പോൾ ഈ ഫ്ലെക്സൊക്കെ ഇങ്ങനെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴെല്ലാം കോവിലൂർ അമ്പലം കൺവെൻഷൻ്റെ നോട്ടീസാണ്. അപ്പോൾ വന്ന വഴിക്കെല്ലാം എൻ്റെ വണ്ടി ഓടിച്ചതിന് സൗണ്ട് പറഞ്ഞു, അച്ഛാ നോട്ടീസ്. ഞാൻ ചിരിച്ചുകൊണ്ടിരിപ്പുണ്ട്. എനിക്ക് സത്യത്തിൽ ഇത് കാണുന്ന പേടിയായി ഇപ്പോൾ. കാരണം ഞാൻ ഒരിക്കൽ തിരുവനന്തപുരത്ത് നിന്ന് പോകുമ്പോൾ വലിയൊരു പോസ്റ്റർ മോനെ എൻ്റെ ഇരിക്കുക. ആമല്ലു അല്ല, എന്തോ പതിൻ്റെ പേര് അനിലല്ലേ? ആമല്ലു അല്ല, ഒരു പേര് പറഞ്ഞോ, സൂര്യനാണ്. അവൻ വലിയൊരു പോസ്റ്റ് ഇരിക്കുക. എൻ്റെ സഹോദരൻ എൻ്റെ മാത്രം എന്നോ അടിപൊളി ഫ്ലെക്സാണെന്നറിയോ. ഞാൻ ഇങ്ങനെ മരത്തെ ഇരിക്കുകയാണ്, വെട്ടി തൂക്കിയിട്ടിരിക്കുക. അപ്പോൾ വണ്ടിയെ പോയ ഒരാൾ തിരിച്ചു വന്നു. ഞാൻ ഉറക്കാം, അച്ഛാ ഉണന്നേ ഫോട്ടോ വലിയത്. പെട്ടെന്ന് എൻ്റെ അകത്ത് എൻ്റെ പൊന്ന് ദേവനേശൻ പാസ്റ്റർ ഒരു ഇടുത്തി വീണു. മരത്തിന്മേ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനാണ്. മരത്തിന്മേ തൂങ്ങുന്നവനെല്ലാം ഇതെല്ലാം മരം പുല്ല് വയ്ക്കുമല്ല. ഈ പേര് പ്രശസ്തി
ഇതെല്ലാം മരം പുല്ല് വൈക്കോല. പക്ഷെ ഇതൊന്നും അറിയാതെ ഒരു പ്രശസ്തി ഇല്ലാതെ കർത്താവിനെ നിസ്വാർത്ഥമായി സ്വീകരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അറിയാമോ? ഞാൻ കണ്ടിരുന്ന ഒത്തിരി പേരുണ്ട്. അവരൊരു അതിന് എനിക്ക് ഈ പിള്ളേരോടൊക്കെ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഞാനിത് പ്രസംഗിക്കാമെന്ന് വെച്ചു. കഷ്ടപ്പെട്ട മക്കൾക്കായിരിക്കും അന്ന് പ്രതിഫലം. ഇവിടെ ഇപ്പോൾ ഇത്രയും പേര് രക്ഷിക്കപ്പെടാൻ കൈപൊക്കി, സ്നാനപ്പെടാൻ കൈപൊക്കി. എന്നെക്കാട്ടിലും കൂടുതൽ പ്രതിഫലം കർത്താവ് നിങ്ങൾക്ക് തരും. കാരണം പ്രതിഫലം വീതിക്കുന്ന ഒരു ദിവസമുണ്ട്. പ്രതിഫലം. ഞാൻ 2 സംഭവങ്ങൾ അതിന് പറയാറുണ്ട്. ഒന്ന്, എൻ്റെ സഭയിൽ ഒരു പാവം പിടിച്ച ഒരു അച്ചാനുണ്ട്. അച്ഛൻ ഒരു ദിവസം എന്നോട് വന്ന് ചോദിച്ചു, എനിക്ക് കർത്താവിന് വേണ്ടി വല്ലതൊക്കെ ചെയ്യണം, ടാപ്പിംഗ് ഒക്കെ ചെയ്യും, ഓട്ടോറിക്ഷ ഓടിക്കും, എനിക്ക് വല്ലതൊക്കെ ചെയ്യണം. ഞാൻ ചോദിച്ചു, എന്ത് ചെയ്യാം? എന്തും ചെയ്യാം, റെഡി. അല്ല അച്ഛൻ എന്തോ ചെയ്യാൻ അറിയാം. എന്തോ ചെയ്യാൻ അറിയാമെന്ന് ചോദിച്ചാൽ, ടാപ്പിംഗ് അറിയാം, ഓട്ടോ ഓടിക്കാൻ അറിയാം, അതായത് വേറെ എന്തെങ്കിലും അടിപൊളി ചായ ഇടാം. ഞാൻ പറഞ്ഞു, ചായ ഇടാൻ അറിയാമോ? ചായ ഇടാം. ഞാൻ ഞായറാഴ്ച അന്നേരം തന്നെ റെഡിയാക്കി. പുള്ളി ഞായറാഴ്ച രാവിലെ ഒരു 5:45 ആകുമ്പോഴത്തേന് റെഡി. 6 മണി ആകുമ്പോഴത്തേന് ആളുകൾ വരുമ്പോൾ ചായ റെഡി, ലൈവ് ചായ, ചൂട്. അല്ലേ നിങ്ങൾ റാന്നിക്ക് വാ, രാവിലെ വന്നാൽ മതി. ലൈവ് ചായ. എന്തോ ചായ എന്നറിയാം, ചെല്ലിക്കൊണ്ടെന്നറിയാം. ഒരു സ്ട്രോങ് വിത്തവട്ടം ചൂട്. ചെല്ല് പറയും ഒരു മധുരം കൂട്ടി ഒരു ചായ ഇങ്ങോട്ട് തന്നേരാം. കാരണം വീട്ടിൽ പറയാനൊക്കത്തില്ല ഇതൊന്നേ. അപ്പോൾ വലിയൊരു യോഗം നടക്കുക. അപ്പം മോഹൻ സിലാസ്ര സാറിൻ്റെ യോഗം നടക്കുക. ഒത്തിരി പേര് വന്നു. കേരളം കണ്ട ഏറ്റവും വലിയൊരു പാസ്റ്റേഴ്സ് മീറ്റിംഗ് ആയിരുന്നു തോന്നുന്നത്, വലിയ കോവിഡിന് മുമ്പാണ്. അപ്പോൾ അന്ന് വന്ന ഒരു ദൈവദാസനെയും കൊണ്ട് ഒരാൾ വന്നു. ഒരു അക്രൈസ്തവ പശ്ചാത്തലപ്പെട്ട ഒരാളാണ് വണ്ടി ഓടിച്ചിട്ട് വന്നത്. ആ പാസ്റ്റർ രാത്രി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവിടെ പ്രസംഗിച്ച കാര്യമൊന്നും എനിക്ക് മനസ്സിലായില്ലെന്ന് ഈ വണ്ടി ഓടിച്ച സഹോദരൻ പറഞ്ഞു. ഒന്നും എനിക്ക് മനസ്സിലായില്ല, നിങ്ങൾ പറഞ്ഞൊന്നും എനിക്ക് അത്രയും മനസ്സിലായില്ല. പക്ഷേ എൻ്റെ പൊന്നച്ഛൻ, ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു, അവിടെ ചായ അടിക്കുന്ന മനുഷ്യൻ്റെ മുഖത്തൊരു വെട്ടമുണ്ട്. എന്നെ തേജസ്സായിരുന്നു. പുള്ളി ചിരിച്ചോണ്ടാണ് ചായ അടിക്കുക. ഈയിടയ്ക്ക് ഒരു വീഡിയോ വൈറലായി. ഒരു കൺവെൻഷൻ നടക്കുമ്പോൾ പുള്ളി പുറയുന്നതുകൊണ്ട് ഞങ്ങളുടെ മുറ്റത്ത് കൺവെൻഷൻ ചായ അടിച്ചു കൊടുക്കുക. ആത്മാവിൽ ആരാധിച്ച് ചായ അടിക്കുക. ആ ചായക്ക് എൻ്റെ രുചിയാണെന്നറിയാം. ആരാധിച്ചാ ചായ അടിക്കുന്നത്. ഇന്നല്ല, അതൊന്ന് കുടിച്ചാൽ ഷുഗറൊക്കെ അങ്ങ് പോകും. ഇന്നല്ല, അത് രസമായിരുന്നു കാണാൻ. അവിടെ നിത്യത ചെല്ലും. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു തങ്കോയി എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട്. തങ്കോയി ചേച്ചിക്ക് എത്ര വയസ്സായെന്ന് ആർക്കും അറിയത്തില്ല. തങ്കോയുടെ ഡേറ്റ് ഓഫ് ബർത്തൊക്കെ ഒരു എന്നാലും 70 വയസ്സിന് മേളിൽ കാണും ചിന്ത. എനിക്കൊരു 5 വയസ്സുള്ളപ്പം വന്നാൽ, ഇപ്പോൾ എനിക്ക് 50 വയസ്സ് കഴിഞ്ഞ് 53 വയസ്സായി. അപ്പോൾ എനിക്ക് 5 വയസ്സുള്ളപ്പം ചേച്ചി വീട്ടിൽ വന്നു. ഞായറാഴ്ച രാത്രി ചേച്ചിയെക്കാട്ടും വലിയ കലത്തിലാണ് ചോറ് വെക്കുക, സാമ്പാർ വെക്കുക, എല്ലാവർക്കും കൊടുക്കും. എത്രയോ ആയിരക്കണക്കിനോ 10,000 ലക്ഷക്കണക്കിന് ദൈവമക്കൾക്ക് ഈ ഒരു ആയുസ് കൊണ്ട് ചോറ് വെച്ച് കൊടുത്തു. അയർലൻഡിൽ നിന്നൊരു സായി പപ്പച്ചൻ വരും, പാവം പിടിച്ചൊരു അപ്പച്ചനാ. വല്ലപ്പോഴും ഒക്കെ വരുമായിരുന്നു. ഇപ്പോൾ അവർക്ക് ഒത്തിരി പ്രായമായി. ഞാനൊരിക്കൽ അവരെ കണ്ടപ്പോൾ ചോദിച്ചു, വൈ ഡോണ്ട് യു കം ടു ഇന്ത്യ? അവൻ പറഞ്ഞു, ഞാൻ വരാം. തങ്കോയി ഈസ് ദെയർ, ഈ ഷീ സ്റ്റിൽ അലൈവ്. തങ്കോയി എന്ന് പറഞ്ഞാൽ ചേച്ചി ഉണ്ടോ, ജീവനോടുണ്ടോ? ഞാൻ പറഞ്ഞു ഉണ്ട്, വെരി മച്ച് അലൈവ്. അവർ വന്നു, വീട്ടിൽ വന്നു, തങ്കോയിയെ കണ്ടു. പിറ്റേ ദിവസം യോഗം നടക്കുക. അവർ ചെറിയൊരു ടെസ്റ്റ് പണി പറഞ്ഞ് അവർ ഇങ്ങനെ വന്നാണ്, പ്രായമായി അവർക്ക്. പക്ഷെ ഞങ്ങൾ ഇന്ത്യ വരണമെന്ന് ആഗ്രഹിച്ചു. ഇന്ത്യ വരണമെന്ന് ആഗ്രഹിക്കാൻ കാര്യം തങ്കോയിയെ കാണാൻ വേണ്ടിയാണ്. ബ്രിങ് തങ്കോയി. തങ്കോയിയെ വിളിച്ചുകൊണ്ട് വന്നു. പാവം തങ്കോയി വന്നപ്പം അവർ പെട്ട് തുറന്നിട്ട് അവരുടെ ഒരു കൊച്ചു ബോക്സ് എടുത്തു. ആ ബോക്സ് എടുത്ത് പറയുമ്പോൾ നല്ല ഈ ഷോക്കേസിലൊക്കെ വെക്കുന്ന ബോക്സാണ്. ആ ബോക്സ് അവർ തുറന്ന് കാണിച്ചിട്ട് പറഞ്ഞു, ഈ ബോക്സ് എംറ്റി ആണ്. പക്ഷേ ദൈവം ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ഇന്ത്യക്ക് പോകണം. ഞങ്ങൾ ചോദിച്ചു, എന്തിന് പോകണം? ദൈവം പറഞ്ഞു, ഗോ ടു ഇന്ത്യ, ഓണർ തങ്കോയി, ഷോ ദിസ്, ഇതത് കാണിക്കണം. ഇത് എംറ്റി ബോക്സാണ്, പക്ഷെ നിൻ്റെ പെട്ടി മേളിൽ നിറഞ്ഞെന്ന് പറയാൻ പറഞ്ഞു. ഈ ഭൂമിയിൽ അടുക്കള നിൽക്കുന്ന ഈ പെങ്കൊച്ചിന് എന്താ ഉള്ളേ, എന്താ വേണ്ടേ? കുറച്ച് സാരി, കുറച്ച് എന്തെങ്കിലുമൊക്കെ, ഒരു കട്ടിൽ, അലമാരി, അല്ലാതെ എന്താ തങ്കോയ്ക്ക് വേണ്ടേ? ബെൻസ് കാർ വേണോ? തങ്കോയ്ക്ക് എന്തോ വേണ്ടേ? പക്ഷെ തങ്കോയ്ക്ക് കർത്താവ് പറയുന്നു, അയർലൻഡ് വഴി ദൈവം. നിങ്ങൾ വിശ്വസിക്കുമോ? ഇംഗ്ലണ്ടിൽ നിന്ന് ഇറങ്ങിയ ഒരു പുസ്തകത്തിൻ്റെ ഒരു ചാപ്റ്റർ തങ്കോയിയെക്കുറിച്ചാണ്, പ്രതിഫലങ്ങളെ കുറിച്ച്. ഒരു കാര്യം ഓർത്തോണേ, പ്രതിഫലം വീതിക്കുന്ന ഒരു ദിവസം നമ്മൾ കാണാത്ത ഒത്തിരി പേർ അന്ന് കയറി വരും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇന്ന് കർത്താവിന് വേണ്ടി അധ്വാനിക്കണം, കർത്താവിൻ്റെ വേല ചെയ്യണം. കർത്താവിൻ്റെ വേല ചെയ്യണം മക്കളെ, കർത്താവിൻ്റെ വേല ചെയ്യണം. ഉശിരോട് ചെയ്യണം, ഉയിരോട് ചെയ്യണം. നല്ല ചെറുപ്പത്തിൽ കർത്താവിനെ കുറിച്ച് പരിചയപ്പെടുത്തണം, കർത്താവിൻ്റെ നല്ല വേല ചെയ്യണം. എന്നിട്ട് നല്ല ദാസനെന്ന് ചൊല്ലുന്നാൾ തൻ്റെ മുമ്പാകെ ലജ്ജിതനായി തീർന്നു പോകാതെ നന്ദിയോടൻ പ്രിയൻ മുമ്പിൽ പ്രേമക്കണ്ണീർ ചൊരിഞ്ഞിടാൻ ഭാഗ്യമേറും മഹോത്സവ വാഴ്ചകാലം വരുന്നുണ്ട്. പ്രതിഫലം വരുന്ന ഒരു ദിവസമുണ്ട്. അന്ന് ഒത്തിരി പേർക്ക് പ്രതിഫലങ്ങൾ കൊടുക്കുന്ന കൂട്ടത്തിൽ ഇടയശ്രേഷ്ഠം വരുമ്പോൾ ഹല്ലേലൂയ തേജസ്സിൻ്റെ വാടാത്ത കിരീടങ്ങളെ കൊടുക്കും. കർത്താവിൻ്റെ വേല ചെയ്യുന്നവർക്ക് പ്രത്യേക പ്രതിഫലങ്ങളുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു കൊച്ചായുസ് കർത്താവിൻ്റെ വേല, ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം, നല്ല പെൺകുട്ടികളെ കർത്താവിന് വേണം.
നല്ലൊരു കർത്തദാസൻ ഉണ്ടാകണമെങ്കിൽ നല്ലൊരു ദൈവദാസി പുറകെ വേണം, പ്രാർത്ഥിക്കാൻ, പ്രോത്സാഹിപ്പിക്കാൻ. 24 മണിക്കൂറും പരാതി പറയുന്ന ഒരു സംഭവമാണ് കൂടെ കൂടിയെങ്കിൽ വേല നിർത്തേണ്ടി വരും. പക്ഷേ കർത്തദാസന്മാരെക്കാട്ടിലും പ്രതിഫലം കിട്ടാൻ പോകുന്നത് കർത്തദാസിമാർക്കാണ്, ഉറപ്പ്. കാരണം പാസ്റ്ററേഞ്ചിൻ്റെ സകല ദുരിതങ്ങളിലും കഷ്ടതകളിലും പരാതിയില്ലാതെ, പെറുപെറുപ്പില്ലാതെ, കുഴപ്പമില്ല ചായ മതിയെന്ന് പറഞ്ഞ് ഞരങ്ങി പിള്ളേരുടെ ഇടയിൽ കർത്താവിനെ പ്രാർത്ഥിച്ച് ഓരോന്നും നേടിയെടുക്കുന്ന എൻ്റെ കർത്തദാസിമാർക്ക് കർത്താവ് വരുന്ന ദിവസം വലിയ പ്രതിഫലം കൊടുക്കും. ഹല്ലേലൂയ. നല്ല പെൺകുട്ടികൾ കർത്താവിന് വേണം. എന്തിനാ? വചനം പഠിച്ച് നിശ്ചയം പ്രാപിച്ച് ദൈവസഭയിൽ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ നല്ല ദൈവദാസന്മാരെ, സുവിശേഷകരെ ദൈവത്തിന് വേണം. ഞാൻ ചോദിക്കുകയാണ്, എനിക്കൊരു ആയുസ് ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ വേല ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അത് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പദവിയാണ്, ഏറ്റവും വലിയ ഭാഗ്യമാണ്, ഏറ്റവും നല്ല സംതൃപ്തി തരുന്നൊരു കാര്യമാണ്. ഇന്ന് കുറച്ച് പേര് ശാനപ്പെടാൻ തീരുമാനിച്ചു. ഇന്ന് ഞാൻ തിരിച്ചു പോകുമ്പോൾ ഞാൻ ഉറങ്ങിയാൽ സംതൃപ്തിയോടെ ഉറങ്ങും. എന്താ കാര്യം? ഭയങ്കര സംതൃപ്തി തരുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ വേല. അത് തരുന്നൊരു സന്തോഷം വലുതാണ്, അത് തരുന്നൊരു ആനന്ദം വലുതാണ്. അങ്ങനെയെങ്കിൽ എനിക്ക് കർത്താവിൻ്റെ വേല ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ആയുസ്, പ്രത്യേകിച്ച് എൻ്റെ എല്ലാവർക്കും പ്രായം തടസ്സമല്ല എങ്കിലും ചെറുപ്പക്കാരെ, എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ, കർത്താവിൻ്റെ വേല ചെയ്യുക ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. നിങ്ങൾ മുന്നും പിന്നും നോക്കല്ല, ആഴിയം നോക്കാതെ, ആഴമാരായാതെ, അലകൾക്ക് തെല്ലും ഭയപ്പെടാതെ ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൻ നടുവിൽ നിൻവിളി കേട്ട് പിൻവരുവാൻ അവരാരും ലജ്ജിക്കപ്പെട്ടു പോയിട്ടില്ല. വിശ്വസ്തയോട് നിന്ന് ഒറ്റയാളും ലജ്ജിക്കപ്പെട്ടില്ല. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വേല ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കരം ഉയർത്താമോ? എനിക്ക് യേശു കർത്താവിൻ്റെ വേല ചെയ്യണം. കുഞ്ഞുങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വേലക്കാരാകുവാൻ കരമുയർത്തിയ ഓരോ മക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പെൺകുഞ്ഞുങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്യാൻ ആഗ്രഹമുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ട്. ഹാലയിൽ കരമുയർത്ത മക്കളെ നല്ലപോലെ ഉയർത്ത് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ പഠിക്കണം, അടിസ്ഥാന വിദ്യാഭ്യാസം നല്ലപോലെ നേടണം. എന്നിട്ട് ഒക്കുമെങ്കിൽ നല്ലൊരു ബൈബിൾ സ്കൂളിൽ പോയിട്ട് വേദവചനം പഠിക്കണം. കർത്താവ് നിങ്ങൾ കരമുയർത്തി പിടിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. കർത്താവിൻ്റെ വേല ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച എല്ലാവരും ഞാൻ അനുമോദിക്കുന്നു. എല്ലാവരും ഞാൻ അനുഗ്രഹിക്കുന്നു. എന്നാൽ പ്രത്യേകിച്ച് കുഞ്ഞുമക്കളെ ഓർത്ത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ കൂടുതൽ ആയുസിനിയുണ്ട്. നിങ്ങൾ ഒത്തിരി നാൾ കർത്താവിൻ്റെ വേല ചെയ്യണം. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ വേല ചെയ്യാൻ തീരുമാനിച്ച ഓരോ പ്രിയപ്പെട്ടവരെയും, പ്രായഭേദമന്യേ പ്രത്യേകിച്ച് മക്കളെ, ഞങ്ങൾ അങ്ങയുടെ നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അവർ എടുത്ത തീരുമാനം അവരുടെ മരണം വരെ മറക്കാതെ ആ നിലകളിൽ അവർ പാകപ്പെടട്ടെ, ആ നിലകളിൽ അവർ രൂപാന്തരപ്പെടട്ടെ, ആ നിലകളിൽ പരിശുദ്ധാത്മാവരെ പണിതെടുത്താട്ട് ഞങ്ങൾ അങ്ങയുടെ നാമം ചൊല്ലി അവരെ അനുഗ്രഹിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. അങ്ങനെ അവിടെ വെച്ച് പ്രതിഫലങ്ങൾ വിഭജിക്കപ്പെടുമ്പോൾ ഹല്ലേലൂയ, ഹല്ലേലൂയ, കിരീടങ്ങൾ ദൈവം നൽകപ്പെടും. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയണമെന്നുണ്ട്, പക്ഷേ സമയത്തിൻ്റെ പരിമിതിയിൽ ഞാൻ മുമ്പോട്ട് പോവുകയാണ്. വാടാത്ത കിരീടം കർത്താവ് കൊടുക്കും. 1 കൊരിന്ത്യർ 9 അധ്യായത്തിൻ്റെ 24 മുതലുള്ള വാക്യങ്ങൾ, വിശ്വസ്തയോടെ ഓട്ടം തികച്ചവർക്ക് ദൈവം എന്ത് കൊടുക്കും? വാടാത്ത കിരീടം കൊടുക്കും. ആത്മാക്കളെ നേടുന്നവർക്ക് 1 തെസ്സലോനിക്കർ 2 അധ്യായത്തിൽ ആത്മാക്കളെ നേടുന്നവർക്ക് പ്രശംസാ കിരീടം കൊടുക്കും. നിങ്ങൾ എൻ്റെ പ്രശംസാ കിരീടമല്ലയോ?